സംസ്ഥാന സർക്കാരിന്റെ മെഡിസപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള ഓർഡിനൻസിനും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ മെഡിസെപ്പ് ആദ്യഘട്ടം വലിയ വിജയമായ സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ടത്തിലേക്ക് സർക്കാർ കടന്നത്. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തി. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ൽ അധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. ഒന്നാം ഘട്ടത്തിൽ കറ്റാസ്ട്രോഫിക് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്ന 2 ചികിത്സകൾ ഒഴിവാക്കിയിരുന്നു. അതുകൂടി രണ്ടാം ഘട്ടത്തിൽ അധിക പാക്കേജിൽ ഉൾപ്പെടുത്തും. പദ്ധതിയിൽ 10 ഗുരുതര അവയവമാറ്റ രോഗചികിത്സാ പാക്കേജുകളും ഉണ്ടാകും. ഇതിനായി ഇൻഷുറൻസ് കമ്പനി 2 വർഷത്തേക്ക് 40 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് നീക്കിവയ്ക്കണം. സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയിലെ ESI ആനുകൂല്യം ലഭിക്കാത്ത ജീവനക്കാരെയും പെൻഷൻകാരെയും മെഡിസെപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിനും തത്വത്തിൽ അംഗീകാരം നൽകി. പോളിസി കാലയളവ് നിലവിലുള്ള 3 വർഷത്തിൽ നിന്നും 2 വർഷമാക്കി. 2 വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും വർധനവുണ്ടാകും. ഒന്നാം ഘട്ടത്തിൽ സാങ്കേതിക യോഗ്യത നേടിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളെ മാത്രം രണ്ടാം ഘട്ട ടെൻഡറിംഗ് നടപടികളിൽ പങ്കെടുപ്പിച്ചാൽ മതി എന്നതാണ് സർക്കാർ തീരുമാനം. നോൺ എംപാനൽഡ് ആശുപത്രികളിലെ അടിയന്തര സാഹചര്യങ്ങളിലെ ചികിത്സകൾക്ക് റീഇംബേഴ്സ്മെന്റ് അനുവദിക്കുന്ന വ്യവസ്ഥയിൽ നിലവിലെ 3 ചികിത്സകൾ കൂടാതെ 10 ചികിത്സകൾ കൂടി ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. മറ്റൊരു സുപ്രധാന തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത് ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി ഓർഡിനൻസ് ഇറക്കുവാനാണ്. മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട മറ്റൊരു സുപ്രധാന തീരുമാനം 2021-ലെ കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ആക്ടിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനാണ് ഓർഡിനൻസ്. UGC ചട്ടങ്ങൾക്കും സമീപകാലത്തുണ്ടായ കോടതി ഉത്തരവുകൾക്കും അനുസൃതമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.